യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവർ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു ദൈവരാജ്യത്തിലെ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയാണ്, നമ്മളെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. സ്വർഗരാജ്യം എന്നൊരു പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോ സെക്കൻഡിലും സ്വർഗരാജ്യം എന്നൊരു പ്രത്യാശയാണ് നമുക്കുള്ളതാണ്. നമ്മളൊന്ന് ചുറ്റും നോക്കിയേ, ഒരു ഇൻഫിനിറ്റി സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു രാജ്യം എത്രയോ മനോഹരമായിരിക്കും. ഇതിലും എത്രയോ സന്തോഷദായകമായിരിക്കും ആ ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യത്തായിരിക്കുന്നത് എത്ര മനോഹരം, എത്ര അനുഗ്രഹം, എത്ര കൃപാകരം. ആ ദൈവത്തിൻ്റെ മഹത്വം എത്ര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കാൻ പോകുമ്പോൾ, സ്വർഗത്തിലാണെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. സ്വർഗത്തിൽ വിശുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ആ വിശുദ്ധരുടെ സമൂഹത്തിൽ നമ്മളായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊന്ന് സഞ്ചരിക്കുക, സ്വർഗത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക. വിശുദ്ധരുടെ ആ ഇടയിലൂടെ ദൈവം അബ്രഹാമിനെ വിളിച്ചു, ഇസഹാക്കിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു. ദൈവത്തിൻ്റെ മക്കളെ വിളിച്ചു വേർതിരിച്ച് എവിടെയൊക്കെ നമ്മളെ വിളിച്ചോ അവരുടെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. തയ്യാറാണോ? ഇന്ന് സ്വർഗം തെരഞ്ഞെടുത്ത വ്യക്തികളുടെ കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അബ്രഹാമിന് അറിയത്തില്ല തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന വഴികൾ, താൻ സഞ്ചരിക്കാൻ പോകുന്ന മാർഗങ്ങളൊന്നും അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ ദൈവം അബ്രഹാമിനെ വഴി നടത്തി. ദൈവം വാഗ്ദത്തമായ തൻ്റെ മകനെ ഇസ്ഹാക്കിനെ നൽകി. ദൈവത്തിൻ്റെ അനുഗ്രഹം, തൻ്റെ വലിയ അനുഗ്രഹം ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, ഇസ്രായേലിലൂടെ ദൈവജനം നടത്തിയ ഒരു വഴിയാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്. അതിനുമെല്ലാം മുൻപ് ദൈവം ആബേലിൻ്റെ ബലിയെ ദൈവം സ്വീകരിച്ചത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് ഈ പകൽക്കാലം കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ആബേലിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയേ. ആബേലിൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്തായിരിക്കും? തന്നെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ബലി സ്വീകരിക്കുമെന്നൊരു വിശ്വാസം ആബേലിനുണ്ടായിരുന്നു. ആബേൽ ബലി അർപ്പിച്ചപ്പോൾ ആബേൽ അർപ്പിക്കുന്നൊരു ബലി അത് ചിന്തിയിട്ടുള്ളൊരു ബലിയാ, രക്തം ചിന്തിയൊരു ബലിയാ. മനുഷ്യകുലത്തെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ ബലിയാകുന്നത് പോലെ തന്നെ ഒരു ആടിനെ സമർപ്പിച്ചുകൊണ്ട് ഇതാ ആബേൽ ബലി സമർപ്പിക്കുക. ആ ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചതുപോലെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ബലിയെ സ്വീകരിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വരും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ദൈവത്തിന്റെ ഒരു ബലി, ആബേലിന്റെ ബലി പോലെ നമ്മൾ ഇന്ന് ഈ മലമുകളിൽ കർത്താവിന് നമ്മൾ സ്തുതികളുടെ ബലി അർപ്പിക്കുക. നമ്മുടെ ആദരങ്ങളുടെ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ കർത്താവ് അത് ഏറ്റെടുക്കും. എൻ്റെ ദൈവം അത് ഏറ്റെടുക്കും. എൻ്റെ ദൈവം അത് ഏറ്റെടുക്കും. എൻ്റെ യേശു അത് ഏറ്റെടുക്കും. ഇന്ന് ഈ കൂട്ടായ്മയോട് ആരൊക്കെ ചേർന്ന് വരുന്നുവോ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആബേലിന്റെ ബലി സ്വീകരിച്ചതുപോലെ ദൈവം നമ്മുടെ ബലികളെ സ്വീകരിക്കാൻ പോവുകയാണ്. ആബേലിന്റെ കാഴ്ചകളും അബ്രഹാമിൻ ബലിയും ദൈവം സ്വീകരിച്ചതുപോലെ ഇന്ന് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ മുൻപിൽ ഇപ്പോൾ ആബേലിനെ കാണണം, ആബേലിന്റെ മാനസികാവസ്ഥയെ കാണണം, അബ്രഹാമിനെ കാണണം, അബ്രഹാമിന്റെ ചിന്തകൾ കടന്നു വരണം. ഇതെല്ലാം കടന്നു വന്നുകൊണ്ട് സ്വർഗത്തിൽ നമ്മളിപ്പോൾ ആബേലിനെയും അബ്രഹാമിനെയും ദർശിച്ചുകൊണ്ട് മാലാഖമാർ കർത്താവിനെ ആരാധിക്കുന്നത് പോലെ നമ്മളും ആ ദൈവത്തെ ചേർന്ന് ആരാധിക്കുക. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളുണ്ടോ? ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളുണ്ടോ? അമൂല്യമായൊന്നും ഇല്ലേക്കുവാ
മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളുണ്ടോ? ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളുണ്ടോ? അമൂല്യമായൊന്നും ഇല്ലെനിക്കേകുവാൻ, എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ഒന്നും ഇല്ലെനിക്കേകുവാൻ, എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ ആബേലിന്റെ ബലി സ്വീകരിച്ചു, കായന്റെ ആകട്ടെ ഞാൻ സ്വീകരിക്കത്തില്ല. കാരണം കായനോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നുണ്ട്, കായനെ, ഇതാ മരണം, അപകടം, തിന്മ നിന്നെ നശിപ്പിക്കാൻ അത് പതിയിരിക്കുകയാ. അത് നിന്റെ മുൻപിലുണ്ട്, നിന്റെ സമീപത്തുണ്ട്. നീ അതിനെ തിരിച്ചറിയണം. നീ അതിൽ നിന്നും മാറണം. തിന്മയിൽ നിന്നും നീ മാറി വിശുദ്ധിയിൽ നീ കടന്നു വരണം. എന്നാൽ മാത്രമേ നിന്റെ ബലി ദൈവം സ്വീകരിക്കത്തുള്ളൂ. ഇതാ ആബേലിന്റെ ബലി ദൈവം സ്വീകരിക്കുകയും രക്തപങ്കിലമായ രക്തം ചിന്തിക്കൊണ്ടുള്ള ആ ബലി ദൈവം സ്വീകരിക്കുകയും, എന്നാൽ ദൈവത്തിന് സമർപ്പണമില്ലാത്ത കായന്റെ ബലി ദൈവം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഇന്ന് കർത്താവ് നമ്മുടെ ബലി സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. എൻ്റെ ചിന്താഗതി എന്താണ്? ആബേലിന്റെ ചിന്താഗതിയാണോ? എൻ്റെ കഴിവിലല്ല, എൻ്റെ പ്രവൃത്തിയിലല്ല, എൻ്റെ കരബലത്തിലല്ല ഞാൻ ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, എൻ്റെ യേശുവിൻ്റെ ക്രൂശിലെ ബലി കൊണ്ട് മാത്രമാണെന്ന് എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നു? പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ക്രൂശിലെ ബലിയാണ് ദൈവം സ്വീകരിക്കുന്നതെങ്കിൽ, ആ ബലിയിലാണ്, അല്ലാതെ നിന്റെ യോഗ്യതയാലല്ല എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവ് പറയുക, നിന്റെ ബലി കർത്താവ് സ്വീകരിക്കും. കാരണം അത് നിന്റെ പ്രവൃത്തിയുടെ മഹത്വമല്ല, നിന്റെ പ്രവൃത്തിയുടെ ബലമല്ല, ദൈവം ചെയ്ത അവന്റെ കൃപയുടെ, അവന്റെ കരുണയുടെ മഹത്വമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, നമ്മൾ അബ്രഹാമിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏകദേശം 75 വയസ്സിൽ അബ്രഹാമിന് വാഗ്ദാനം ലഭിച്ചു. ആ വാഗ്ദാനം ലഭിച്ചു വരുമ്പോൾ അവന്റെ മുൻപിൽ ഒന്നുമില്ല. ഒരിക്കൽ മാത്രം കേട്ട ഒരു ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, ഒരേ ഒരു പ്രാവശ്യം കേട്ട ശബ്ദം. പിന്നീട് ഒരിക്കൽ പോലും കേൾക്കാതെ അബ്രഹാം നിൽക്കുമ്പോൾ അബ്രഹാമിനൊരു വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ വെറും വാക്ക് പറയത്തില്ല, അവനൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. ആദ്യത്തെ വാഗ്ദാനം അവന് ലഭിക്കുമ്പോൾ തന്നെ തൻ്റെ ജനം അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് ഏകദേശം 430 വർഷത്തിലധികം ഇതാ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ വസിക്കുന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ വെളിപ്പാട് കൊടുത്ത ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ആ വ്യക്തമായ വെളിപ്പാട് കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം തൻ്റെ ജനത്തെ എങ്ങനെ വിടുവിക്കണം, തൻ്റെ ജനത്തെ എങ്ങനെ വിശുദ്ധീകരിക്കണം എന്നെല്ലാം ദൈവത്തിനറിയാം. ആ ഇസ്രായേൽ ജനത്തെ ഒരുക്കുമ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിഷ്കളങ്കമായ ഒരു രക്തം, യോഹന്നാൻ സ്നാപകൻ പറയുന്നത് പോലെ, ഇതാ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഒരു ജനതയെ ഒരുക്കണം. ഇസ്രായേൽ എന്നൊരു വലിയ ജനതയെ ഒരുക്കണം. ഒരു നിഷ്കർഷിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അപ്പാടെ പാലിക്കുന്ന ഒരു ദൈവജനത്തെ ഒരുക്കാൻ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ച ഒരു ദൈവജനമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇസ്രായേലിന്റെ രാജാവായി ഒരു യഹോവ, സർവശക്തനായ ദൈവം അബ്രഹാമിനെ വിളിച്ച് ഒരു വേറെ ഒരു മഹത്വമുള്ള ഒരു ജനതയായി അവനെ ഉയർത്തി. ദൈവം അവനിലൂടെ പ്രവർത്തിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തി അബ്രഹാമിലൂടെ
ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്രത്തിലൂടെ ദൈവം ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, ഇസ്രായേലേ ഞാൻ നിന്റെ ദൈവമാ, ഇസ്രായേലേ ഞാൻ നിന്റെ രാജാവാ, നിന്റെ സകലത്തിനും അധിപതിയായി ഞാനാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സകലതും ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഇസ്രായേലിൻ രാജാവേ, നീയാണ് എൻ്റെ ദൈവം. എൻ്റെ മേലുള്ള ആധിപത്യം നിന്റേലാണ്. എൻ്റെ മേലുള്ള സർവ്വ അധികാരങ്ങളും നിന്നിലാണ്. എൻ്റെ മേലുള്ള സർവ്വതും കർത്താവേ നിന്നിലാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് പാടി കർത്താവിനെ ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാ യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ഈ ഗാനം പാടി ആരാധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച, ഇസ്രായേലിന്റെ രാജാവിനെ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഒരു ചിന്ത വേണം. ആരാണ് ആ ഇസ്രായേലിന്റെ രാജാവ്? എൻ്റെ യേശുവാണ് ആ ഇസ്രായേലിന്റെ രാജാവ്. അബ്രഹാമിന് കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം എങ്ങനെയാണ്? ഒരു വാഗ്ദത്ത സന്തതി ജനിച്ചു കഴിയുമ്പോൾ ഇസ്രായേലിന്റെ രാജാവിന്റെ ആധിപത്യം സ്ഥാപിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ആ വചനത്തെ കുറിച്ച് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സന്തതികൾക്ക് എന്നല്ല എഴുതിയിരിക്കുന്നത്, സന്തതിക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ദൈവവചനത്തിന്റെ ഒരു വള്ളിക്കും പുള്ളിക്കും പ്രാധാന്യമുണ്ട്. സന്തതികൾക്ക് ഒരു അപ്പോസ്ട്രോഫി എസ് വരുമ്പോ അത് സന്തതികൾക്ക് എന്നായി മാറും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവിടെ സന്തതികൾക്ക് എന്നല്ല എഴുതിയിരിക്കുന്നത്, സന്തതിക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏകവചനമാണ്. ആ സന്തതി അബ്രഹാമിന്റെ സന്താനമായ ഇസഹാക്കല്ല, ആ സന്തതി ക്രിസ്തുവാണ്. ആ രാജാവ് ക്രിസ്തുവാണ്. ആ രക്ഷകൻ ക്രിസ്തുവാണ്. ആ രക്ഷകൻ എന്റെ യേശുവാണ്. ആ ദൈവം, ആ രാജാവ് എന്റെ യേശുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് പാടാൻ സാധിക്കും? അളവില്ല സ്നേഹത്തിനാ എന്നെ വിളിച്ചു വേർതിരിച്ചു നന്ദി നാഥാ, എന്നെ വിശുദ്ധീകരിച്ചു അളവില്ല സ്നേഹത്തിനാ എന്നെ പാപങ്ങളിൽ നിന്നും വേർതിരിച്ചു നന്ദി നാഥാ. ഒരുമിച്ച് പാടിയേ, നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ
നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. പല വ്യക്തികളുടെയും ജീവിതത്തില് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത വണ്ണം വലിയ പ്രതികൂലങ്ങൾ കടന്നു വരും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മുൻപിൽ നമുക്ക് കാഴ്ചയെ മറയ്ക്കുന്ന മേഘങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമുക്ക് പരസ്പരം പോലും കാണാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോ ഈ മലമുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ക്യാമറകളിൽ അത് പതിയുന്നുണ്ടാകത്തില്ല. നമുക്ക് പരസ്പരം കാണാൻ പോലും സാധിക്കുന്നില്ല. പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇങ്ങനെയാ, മുൻപോട്ടുള്ള വഴി അടഞ്ഞു നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, ബൈബിളിൽ കാണുന്ന സകല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇതേ കാര്യം തന്നെ കാണുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് അബ്രഹാം തന്റെ പിതാക്കന്മാരിൽ നിന്നും തന്റെ പിതാമഹന്മാരിൽ നിന്നും ഇറങ്ങി തിരിച്ചു. ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ട് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15ഉം 20ഉം വർഷം കഴിഞ്ഞു. ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിന് അറിയത്തില്ല ദൈവത്തിന്റെ പദ്ധതി എന്താ, ദൈവം എന്താ എന്നിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അബ്രഹാമിനെ 75-ാം വയസ്സിൽ വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിനെ 99-ാം വയസ്സായപ്പോ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തോട്ട് നോക്കൂ, നിനക്ക് ആകാശത്തെ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. നിനക്ക് മുൻപോട്ടുള്ള വഴി കാണത്തില്ല, നിന്റെ മുൻപിൽ നിനക്ക് ശൂന്യതയാ, മുൻപോട്ടുള്ള വഴി കാണത്തില്ല. പക്ഷേ നിന്നെ വഴി നടത്തുന്നൊരു ദൈവമുണ്ട് അബ്രഹാമേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിനക്ക് എണ്ണി തീർക്കാമെങ്കിൽ നീ പറയുമ്പോൾ ഞാൻ ഒരു മകനെ നിനക്ക് നൽകാൻ പോകുകയാ. അത് എലിയാസർ അല്ല നിന്റെ അവകാശി, അത് ഇസ്മായേൽ അല്ല നിന്റെ അവകാശി. ഇതാ വാഗ്ദത്ത സന്തതി നിനക്ക് ജനിക്കാൻ പോകുകയാ. ഇസ്ഹാക്ക് നിനക്ക് ജനിക്കാൻ പോകുകയാ. അബ്രഹാമേ, നിന്റെ മുൻപിൽ സാറാക്ക് 90 വയസ്സായി. നിന്റെ മുൻപിൽ അബ്രഹാമേ നിനക്ക് പ്രായമേറെയായി. പക്ഷേ ശൂന്യതയുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ തിരുക്കരമാ നിന്നെ താങ്ങുന്നത്. ആ തിരുക്കരം നിന്റെ വൻ പ്രതികൂലങ്ങളിൽ, നിനക്ക് പ്രതീക്ഷയില്ലാത്ത വഴികളിൽ നിന്നെ താങ്ങുന്നൊരു കരമുണ്ട്. ആ കരത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ടൊന്ന് പാടിയേ, തിരുക്കരം എന്നെ താങ്ങി. തിരുക്കരം എന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. എല്ലാവരും ഒരുമിച്ച് പാടി, തിരുക്കരം എന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. പ്രത്യാശയോടെ യേശുവിനെ ഒന്ന് വിളിച്ചേ, സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിടുന്നു.
ഓർത്തിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകളോർത്തിടുന്നു. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. എന്നു ഞാൻ പകരം നൽകും 1000 പാട്ടുകളോ. എൻ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. എന്തു ഞാൻ പകരം നൽകും 1000 പാട്ടുകളോ. എൻ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനാ. ദൈവത്തിന്റെ വചനം പറയുക, നമുക്കൊന്നും അവന് പകരം കൊടുക്കാൻ സാധിക്കത്തില്ല. നീ എന്ത് ചെയ്താലും അത് ദൈവത്തിന് പകരമാകത്തില്ല. ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം ചെയ്ത കൃപകൾക്ക്, അവൻ്റെ അനുഗ്രഹത്തിന് അതിന് പകരമാകത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുക. ശ്രദ്ധിക്കണേ, ഈ വാക്ക് നമ്മൾ പാടുമ്പോൾ അതിനകത്തൊരു ചെറിയ ദൈവിക രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ഇസഹാക്കിനെ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ദൈവം അബ്രഹാമിന് ഒരു കുഞ്ഞിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ്. പിന്നീട് 25 വർഷം അല്ലെങ്കിൽ 24 വർഷക്കാലം ഒരു വാഗ്ദത്ത സന്തതി ലഭിക്കുന്നില്ല. സ്വാഭാവികമായും എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു ചിന്ത വരും, ഇനി എപ്പോഴാ, എത്ര കാലമായി, എല്ലാം അവസാനിച്ചു, ഇനി നടക്കത്തില്ല. അങ്ങനെ അബ്രഹാം തളർന്ന് വിശ്വാസത്തിനുണ്ടെങ്കിലും ഒരു പക്ഷേ ദൈവം സാറായിലൂടെ ആയിരിക്കത്തില്ല എനിക്ക് ആ കുഞ്ഞിനെ നൽകുന്നത്, മറ്റൊരു ഭാര്യയിലൂടെ ആയിരിക്കും എന്ന് അബ്രഹാം വിചാരിച്ചു. ഞാനിവിടെ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ അബ്രഹാം ദൈവത്തെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക, അല്ലേ? ദൈവത്തെ ഒന്ന് അങ്ങോട്ട് സഹായിക്കാൻ ശ്രമിക്കുക. ഇതാ സാറ പറയുക, ഒരു പക്ഷേ എന്നിലൂടെ ആയിരിക്കത്തില്ല, മറ്റാരിലൂടെയും ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ തോഴിയായ ഹാഗാറിനെ നീ സ്വീകരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാഗാറിനെ സ്വീകരിച്ചതിന് ശേഷം, ഹാഗാറിൽ നിന്നും ഇസ്മായേൽ ജനിച്ചതിനും ശേഷം പിന്നീട് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ, എൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളം നിൻ്റെ ശരീരത്തിൽ ഉണ്ടാകണം, അത് പരിച്ഛേദനം എന്നൊരു അടയാളമായിരിക്കണം. നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല,
മനുഷ്യന്റെ സഹായം ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം സംഭവിക്കും എന്ന് നിനക്ക് എപ്പോഴും അറിയേണ്ടതിന്, നീ അത് വിശ്വസിക്കേണ്ടതിന്, നീ അത് തിരിച്ചറിയേണ്ടതിന്, അബ്രഹാമേ, നിന്റെ ശരീരത്തിൽ ഒരു അടയാളം, ഒരു പരിച്ഛേദനമെന്ന ഒരു അടയാളം സ്ഥാപിക്കണം. അത് എന്നേക്കും നിന്റെ ജനതയ്ക്ക് ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വാസത്തിൻ്റെ, വാഗ്ദത്തത്തിൻ്റെ അടയാളമായിരിക്കണമെന്ന് ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്. അവിടെ മുതലാണ് ഇസ്രായേൽ ജനത പരിച്ഛേദനം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ആ പരിച്ഛേദനത്തിൻ്റെ ഒരു കീഴ്വഴക്കം ഇസ്രായേൽ ജനതയിൽ മുഴുവൻ നിൽക്കുന്നത്. അവിടെ കർത്താവ് ഇസ്രായേലിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്റെ ഒന്നും നൽകിയിട്ടല്ല, നീ എന്തെങ്കിലും ഇങ്ങോട്ട് നൽകിയിട്ടല്ല ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത്. ഇസ്രായേലെ, ഞാൻ നിന്നെ നടത്തുന്നത്, ഞാൻ നിന്നെ വഴി നടത്തുന്നത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത്, സകല ജനത്തിൻ്റെയും ശത്രുതയിൽ നിന്നും നിന്നെ കാത്തു പരിപാലിക്കുന്നത്, നിന്നിൽ നിന്നും എന്തെങ്കിലും സ്വീകരിച്ചിട്ടല്ല. നിന്നിലൂടെ വാഗ്ദത്ത ജനത കടന്നു വരുവാൻ, വാഗ്ദത്ത സന്തതി കടന്നു വരുവാൻ, വാഗ്ദത്ത സന്തതിയായ ക്രിസ്തു യേശു നിന്നിലൂടെയാണ് കടന്നു വരേണ്ടത്. ആ നിന്നിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷ കടന്നു വരേണ്ടത്. ഇന്ന് നമുക്ക് എന്ത് യോഗ്യതയുണ്ടായിട്ടാ ഇന്ന് ഈ കേരളത്തിലെ ഇങ്ങേയറ്റത്ത് ഇവിടെ കിടക്കുന്ന നമ്മളെ എൻ്റെ കർത്താവ്, ഇസ്രായേലിൻ്റെ രാജാവ് വിളിച്ചു വേർതിരിച്ച് വിശുദ്ധീകരിച്ച് മഹത്വപ്പെടുത്തി ദൈവ മഹത്വത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്? എത്ര പേർക്ക് ആ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കാൻ സാധിക്കും? കർത്താവെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ആ ഇസ്രായേലിൻ രാജാവേ, ആ ഇസ്രായേലിൻ ദൈവമേ, എന്തു ഞാൻ പകരം നൽകും? 1000 വാക്കുകളോ എനിക്കൊന്നും നൽകാൻ സാധിക്കത്തില്ല. ഞാൻ 1000 വാക്കുകൾ കൊണ്ട്, 1000 പാട്ടുകൊണ്ട് നിന്നെ ആരാധിച്ചാലും, നിന്നെ മഹത്വപ്പെടുത്തിയാലും അതൊന്നും എൻ്റെ ദൈവം ചെയ്ത നന്മകൾക്ക് പകരമാകത്തില്ലല്ലോപ്പാ. എൻ്റെ ദൈവമേ, അതൊന്നും പകരമാകത്തില്ലല്ലോപ്പാ. നമുക്ക് ആ വരികളൊന്ന് പാടി ആരാധിക്കാം. എന്തു ഞാൻ പകരം നൽകും? ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കടന്നു പോകട്ടെ. അബ്രഹാം ഒന്നും പകരം നൽകിയിട്ടല്ല അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ കൊടുത്തത്. അത് ദൈവത്തിൻ്റെ സൗജന്യമായ വാഗ്ദാനവും അനുഗ്രഹവുമാകയാൽ അത് ദൈവം ചെയ്യുന്നതാ. അതുപോലെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ എൻ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ എൻ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ, നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാ യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു. നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ,